നോട്ടിഫിക്കേഷനും ഡാറ്റകളും എല്ലാം ചോരുന്നതിന് കാരണം എന്താണെന്ന് പലർക്കും അറിയില്ല. ഈ ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ അറിയാതെ ചോർത്തപ്പെടുന്നത്. നമ്മൾ പല വെബ്സൈറ്റുകളിലും പല കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അതിനെല്ലാം നോട്ടിഫിക്കേഷനുകൾ ചോദിക്കാറുണ്ട്. നമ്മൾ അതിന് വേണ്ട ഡീറ്റെയിൽസുകൾ കൊടുത്തില്ലെങ്കിൽ പോലും നമ്മൾ അറിയാതെ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആ ഡീറ്റെയിൽസ് സംബന്ധമായ കാര്യങ്ങൾ ആ വെബ്സൈറ്റ് ചോർത്തുന്നുണ്ട്. അത് നമ്മൾ പലപ്പോഴും അറിയാറില്ല. ഇനി അങ്ങനെ ആർക്കും സംഭവിക്കില്ല. അത് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോകുകയാണ്. ഫോൺ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഗൂഗിൾ ക്രോമിൻ്റെ ഒരു ഐക്കൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതോടെ ഗൂഗിൾ ക്രോം ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ക്രോമിൻ്റെ മുകളിൽ 3 ഡോട്ട്സ് കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതോടെ സെറ്റിംഗ്സ് ഓപ്പൺ ആകും. നേരെ താഴെയായി സെറ്റിംഗ്സ് എന്ന ഒരു ഓപ്ഷൻ കാണും, അവിടെ ക്ലിക്ക് ചെയ്യുക. അതോടെ അവിടെ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും. അവിടെയുള്ള സൈറ്റ് സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ കുറെ ഓപ്ഷനുകൾ വീണ്ടും വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നേരെ താഴെയായി കാണുന്ന നോട്ടിഫിക്കേഷൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഓൺ ആയി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾ ഓഫാക്കി കൊടുക്കുക. നോട്ടിഫിക്കേഷൻ നേരെ താഴെ കാണുന്ന എംബഡ് കണ്ടന്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ ഓപ്ഷൻ ഓഫായി കിടക്കുന്ന കാണാൻ അതൊന്ന് ഓണാക്കി കൊടുക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറി യൂസർ ഐ ഡിയും പാസ്വേഡും ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി യൂസർ ഐ ഡിയും പാസ്വേഡും സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണത്. ലഭിക്കണമെങ്കിൽ ഓൺ ആക്കി ഇടേണ്ടതുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറുമ്പോൾ യൂസർ ഐ ഡിയും പാസ്വേഡും സേവ് ചെയ്യണോ? നമ്മൾ ചാറ്റ് ചെയ്യുന്ന വെബ്സൈറ്റ് നോട്ടിഫിക്കേഷനിലൂടെ നമ്മളോട് ചോദിക്കും. ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നോട്ടിഫിക്കേഷൻ ചോദിക്കുന്ന സമയത്ത് മാത്രം സേവ് ചെയ്ത് കൊടുത്താൽ മതി. ആ സമയത്ത് കൊടുത്താൽ മതി. ഇത് ചോദിക്കുവാനുള്ള ഒരു ഓപ്ഷനാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫോണിനെയും ലാപ്ടോപ്പിനെയും സംരക്ഷിക്കുവാനും സാധിക്കും. ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ഒന്ന് ലൈക്കും ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അവർക്കും ഈ വീഡിയോ പ്രയോജനകരമാകട്ടെ. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി വരാമെന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ.